അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ, വളരെയേറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ഇത് കേട്ടിട്ട് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഈ ഒരു പൊന്നുമോനാണ് മരണപ്പെട്ടത്. കണ്ണൂർ അഴീക്കോട് കുഞ്ഞിക്കിഴക്കയിൽ ഉബൈദ് റംസീന ദമ്പതികളുടെ മകനായ അമാനാണ് മരണപ്പെട്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന്. മക്കളുടെ ആഘോഷങ്ങൾ നിറഞ്ഞ കാലമാണ് സ്കൂൾ വെക്കേഷൻ കാലം. ആ ഒരു സമയത്താണല്ലോ നമ്മുടെ മക്കൾ അപകടത്തിലും അബദ്ധത്തിലും ചെന്ന് ചാടി മരണപ്പെട്ടു പോകാറ്. ഈ ഒരു വെക്കേഷൻ കാലത്ത് തന്നെ ഒരുപാട് മക്കൾ അബദ്ധത്തിലും അപകടത്തിലും പെട്ട് മരണപ്പെട്ടു. പടച്ചറബ്ബ് ആ കുടുംബത്തിന്, ആ മാതാപിതാക്കൾക്കൊക്കെ ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ. ആമീൻ. അതുപോലെ ഒരു അപകടത്തിലും നമ്മുടെ അമാൻ പെട്ടിരിക്കുക. രാവിലെ മക്കൾ ഇറങ്ങും കളിക്കാനെന്നും പറഞ്ഞ്. ഉമ്മ പറഞ്ഞാലൊന്നും കേൾക്കില്ല, ഉപ്പ പറഞ്ഞാലും കേൾക്കില്ല. കളിയാണ് അവർക്ക് ലക്ഷ്യം. വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളുടെ നെഞ്ച് കത്തുകയാണ് അവർ തിരിച്ചു വരുന്നത് വരെ. അതുപോലെ രാവിലെ ഇറങ്ങിയതായിരുന്നു അമാൻ എന്ന ഈ ഒരു പൊന്നുമോൻ. ഇന്നലെയായിരുന്നു സംഭവം. ഇന്നലെ എന്താണ് ദിവസം? ഇന്നലെ ആഘോഷങ്ങളുടെ ദിവസമായിരുന്നു, ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. അങ്ങ് തിരുവനന്തപുരത്ത് പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ആഘോഷങ്ങൾ നടക്കുമ്പോൾ കണ്ണൂരിലെ അഴീക്കോട് ഗ്രാമത്തിലും UDF പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനങ്ങളാൽ നിറഞ്ഞിരുന്നു. പക്ഷേ ആ ആഘോഷത്തിൻ്റെ അവശിഷ്ടങ്ങൾ മണിക്കൂറുകൾക്കകം ഒരു കുടുംബത്തിൻ്റെ ജീവിതം തകർക്കും വിധം ദുരന്തത്തിലാകുകയാണ്. ആഘോഷത്തിമിർപ്പിലായ ആ നാട് മൊത്തം ഇന്നലെ വലിയൊരു സങ്കടത്തിലായിരുന്നു, കണ്ണീരിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പൊന്നുമോൻ്റെ മരണം നമുക്കൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇതുപോലെ നമ്മളൊക്കെ ചെയ്യുന്നതാണ്. എവിടെയെങ്കിലും ഒരു ആഘോഷം നടന്നാൽ അവിടെ ഉണ്ടാകുന്ന പടക്കത്തിൻ്റെ അവശിഷ്ടങ്ങൾ അതൊരു പേപ്പറിലേക്ക് മാറ്റി നമ്മളൊക്കെ പണ്ട് തീ കൊളുത്താറുണ്ട്. അപ്പോഴുണ്ടാകുന്ന ആ തീയുടെ ആ ഒരു സ്പ്രേ കാണാൻ നല്ല രസമായിരുന്നു. പക്ഷേ ഇത് ഇത്രയും വലിയ ദുരന്തമുണ്ടാക്കുമെന്ന് ഇതുപോലുള്ള മരണങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. നല്ല രസമാണ് ഇതുപോലെ ചെയ്യാൻ. പൊട്ടാത്ത പടക്കത്തിൻ്റെ അവശിഷ്ടങ്ങൾ എടുത്ത് ഒരു തുണ്ട് പേപ്പറിലാക്കി നമ്മൾ കത്തിക്കാറുണ്ട്. ചെയ്യരുത്, അരുത്. അതുപോലെയായിരുന്നു ഈ പൊന്നുമോന് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. അഴീക്കോട് പുന്നക്കാപ്പാറയിൽ നടന്ന പടക്ക സ്ഫോടനത്തിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമാൻ മരണപ്പെട്ടു. 8 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അങ്ങനെയായിരുന്നു വാർത്ത. പക്ഷേ സംഭവിച്ചത് ഇങ്ങനെയായിരുന്നു. ഇവരുടെ കൂടെ കളിയും ചിരിയുമായി 5 കൂട്ടുകാരായിരുന്നു. ഇവരുടെ കളിസ്ഥലത്തു നിന്നും കിട്ടിയ പൊട്ടാതെ പോയ പടക്കങ്ങൾ കൗതുകത്തോടെ എടുത്തു ശേഖരിച്ചു. സാധാരണ ആഘോഷങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന, ഈ കല്യാണ ആഘോഷങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പാർട്ടി പേപ്പർ ഉണ്ടല്ലോ, ഒരു കുഴൽ രൂപത്തിലുള്ള, ആ ഒരു കുഴലിലേക്കായിരുന്നു ആ പൊട്ടാതെ പോയ പടക്കത്തിൻ്റെ വെടിമരുന്ന് ഇവർ നിറച്ചത്. മക്കളുടെ അപകടകരമായ കളിയാണിത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിക്കുന്നതാണ് ഇതൊക്കെ. അങ്ങനെ അത് മക്കൾ പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കുന്നുമുണ്ട്. ഇതൊക്കെ കളിയെന്ന് കരുതിയ ആ മക്കളുടെ ആ ഒരു നിമിഷം അടുത്ത സെക്കൻഡിൽ മരണത്തിൻ്റെ ഭീകരത സൃഷ്ടിക്കുകയാണ്. യാ അല്ലാഹ്, പടച്ചറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. ഉഗ്ര സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ പടക്കത്തിൻ്റെ കഷ്ണങ്ങൾ അങ്ങിങ്ങായി തെറിക്കുകയാണ്. അതിലൊരു കഷ്ണം അമാന്റെ കഴുത്തിലേക്ക് തറിച്ച് കയറി. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവായിരുന്നു. ആ മുറിവിൽ നിന്നും രക്തം പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നത്രേ. രക്തം വാർന്നൊലിച്ച് അമിത രക്തസ്രവം കുഞ്ഞിൻ്റെ ജീവനെടുത്തു. ഇന്നലെ വരെ കൂട്ടുകാരോടൊപ്പം കളിച്ചും ചിരിച്ചും നടന്ന ആ ഒരു കുഞ്ഞിന്ന് ഖബറിലാണ്. ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മരണമായി പോയി ആ പൊന്നുമോൻ്റെ. അമാനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾക്കും അപകടം സംഭവിച്ചിട്ടുണ്ട്. 3 കുട്ടികളാണ് അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായത്. ബദാവി 7 വയസ്സ്, അൻഫാൻ 12 വയസ്സ്, സൽമാൻ ഫാരിസ് 12 വയസ്സ്. ഇവർക്കൊക്കെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രി കിടക്കയിൽ നിന്നും വേദന കൊണ്ട് പുളയുന്ന ആ മക്കളെ ആ മാതാപിതാക്കൾക്ക് കണ്ടിട്ട് സഹിക്കാനാവുന്നില്ല. ആ പൊന്നുമക്കളുടെ കരച്ചിൽ പടച്ചറബ്ബ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ. ആ ആശുപത്രിയിൽ നിന്നും സലാമത്താക്കി കൊടുക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു വീട്ടിലെ ചിരിയും കളിയും പ്രതീക്ഷയുമാണ് ഇല്ലാതായിപ്പോയത്. ഈ ഒരു അപ്രതീക്ഷിതമായ വേർപാട് അഴീക്കോടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദുരന്തത്തിന് പിന്നാലെ ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ കഴിഞ്ഞാൽ ഇങ്ങനെ അപകടകരമായ പടക്ക അവശിഷ്ടങ്ങൾ എന്തുകൊണ്ട് സുരക്ഷിതമായി നീക്കം ചെയ്യുന്നില്ല എന്ന്. ആരുടെ മരണത്തിനും നമ്മളൊരു കാരണക്കാരാവാൻ പാടില്ല. അതാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ, ആരുടെയും ജീവൻ പോവാൻ പാടില്ല. എല്ലാവരും ശ്രദ്ധിക്കുക. ചെറിയ മക്കളാണ് അബദ്ധത്തിലും അപകടത്തിലൊക്കെ പെടാം. നമ്മളാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പടച്ചറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പടച്ചറബ്ബ് ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ.
നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, വേറൊരു കുട്ടിക്ക് വേണ്ടിയും ദുആ ചെയ്യേണ്ടതുണ്ട്. കരുവാരുകൊണ്ട് സ്വദേശികളായ സുൽഫിക്കറിൻ്റെയും പരേതയായ വാഹിദയുടെയും മകൾ റാഷിദ മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളുടെയൊക്കെ ദുആയിൽ ആ മകളെയും ഉൾപ്പെടുത്തണം. റബ്ബേ, ആ പൊന്നുമോൾക്ക് നീ മഹ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ആ പൊന്നുമോളുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, മരണപ്പെട്ട മക്കളുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ മാതാപിതാക്കളുടെ വിഷമം നിനക്കറിയാലോ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. പഠിച്ച റബ്ബേ, മാരകമായ രോഗത്തിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.